നമസ്കാരം സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ നിങ്ങളെ സ്റ്റേറ്റ് എന്ന ഐലാൻഡിൻ്റെ ഫെറിൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. സോ നിങ്ങൾക്ക് കാണാം എയർപോർട്ട് മധുരയാണിത്, അടിപൊളിയുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോ വന്നിട്ടിട്ട്. സോ ഇത് തികച്ചും ഒരു ഫ്രീ ഫെറിയാണ്. സോ സ്റ്റേറ്റ് എന്ന ഐലാൻഡിൽ നിന്ന് നിങ്ങൾക്ക് മന്നാട്ടനിലേക്ക് പോവാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പോയിട്ട് വരാം. പക്ഷെ പോകുമ്പോൾ അടിപൊളി മന്നാട്ടൻ്റെ സ്കൈലൈൻ ആയിരിക്കും, അടിപൊളി കാഴ്ച. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം കാണിക്കാനൊക്കെ ഇപ്പം നിങ്ങൾ ഓടുകയാണ്, എൻ്റെ ഹോസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ ഓടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫെറി പറഞ്ഞാൽ എല്ലാ ഒരു 15 മിനിറ്റിന് ഇടവിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ഫെറി പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. ഇല്ലെങ്കിൽ 15 മിനിറ്റ് നിന്നിട്ട് വെയിറ്റ് ആക്കിയിട്ട് പോകണം. സോ നമ്മളിപ്പോൾ പോകുന്നത് ബോട്ടം ഡെക്കിലേക്കാണ്. സോ 3 ഡെക്ക് ഉണ്ടാവും, ഒന്ന് മിഡിൽ, പിന്നെ ഒന്ന് ടോപ്പ്, ഒന്ന് ബോട്ടം. ബോട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുപോകാം, അങ്ങനത്തെ സ്കൂട്ടർ കൊണ്ടുപോകാം, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനം 2 വീലേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ബോട്ടം ഡെക്കിലേക്ക്. ബോട്ടം ഡെക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് വന്നിട്ട് കാഴ്ചകൾ കാണാൻ കുറച്ചും കൂടി ഇതായിരിക്കും. ടോപ്പ് ഡെക്കിലാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. സോ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈക്കിളൊക്കെ പോകുന്ന ഇതാണ് റൂട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ കയറാൻ പോകുന്നു സ്റ്റേറ്റ് ഐലാൻഡ് മന്നാട്ടനിലേക്ക് പോകുന്ന ഫെറിയാണ് ഇത്. ഞാൻ മൊത്തം വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മളിപ്പോൾ ഫെറിയിൽ കയറി ഇനിയിപ്പോൾ അവിടുന്ന് മറ്റേ ബ്രിഡ്ജ് എടുത്ത് മാറ്റും. സോ ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് മാറ്റുമ്പോഴൊന്ന് ഫെറി മൂവ് ആവാൻ തുടങ്ങും. ഇപ്പോൾ അവരൊക്കെ അത് എടുത്ത് മാറ്റും. നിങ്ങൾക്ക് മുകളിൽ കാണാം, അത് ഡെക്കിൽ നിന്ന് അത് വേർപെട്ടു, മുകളിലത്തെ ഡെക്കിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഫെറി നീങ്ങാൻ തുടങ്ങും സുഹൃത്തുക്കളെ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ന്യൂയോർക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറി കയറാം. എന്ന് വെച്ചാൽ 2-3 ഫെറി ഉണ്ട്. അപ്പോൾ ഒന്നിൽ ഇറങ്ങിയിട്ട് മറ്റേ ഫെറിയിൽ കയറി തിരിച്ച് പോകും മന്നാട്ടനിലേക്ക്. സ്റ്റേറ്റ് ഐലാൻഡ് ഒരു ചെറിയ ഐലാൻഡാണ്. സോ യൂഷ്വലി റെസിഡൻഷ്യൽ ഏരിയയാണ്. സോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ പകുതി ദിവസത്തെ ആക്ടിവിറ്റി ഉണ്ടാവും. സോ ഇപ്പോൾ ഞങ്ങളെ ഫെറി അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റിൻ്റെ ആൻഡ്രൂസാണ് നമ്മുടെ ഹോസ്റ്റ്. പുള്ളിക്കാരൻ്റെ കൂടെ ആണ് ഞാൻ താമസിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് അവിടെ നിൽക്കുന്ന അവരുടെ ഫാമിലിയാണ്. സോ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നു, ഗ്ലാസ് ഇട്ടത്. അങ്ങനെ ഫെറി നീങ്ങി സുഹൃത്തുക്കളെ. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു 5 ഡിഗ്രിയാണ്, അതുകൊണ്ടാണ് ഞാൻ കോട്ടും പിന്നെ തെർമലൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഫെറി നീങ്ങി പതുക്കെ നീങ്ങി അടിപൊളി കാഴ്ചയായിരിക്കും. സ്റ്റേറ്റ് ഐലാൻഡിൻ്റെ ഭാഗത്ത് അത്ര ഉണ്ടാവില്ല, നമ്മൾ മന്നാട്ടൻ്റെ ഭാഗത്ത് കാണിക്കാം. അതോ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചയായിരിക്കും സുഹൃത്തുക്കളെ. ഒന്നും പറയാനൊന്നുമില്ല. നമ്മളെ ഫെറി അവിടെ നിന്ന് എടുത്തു. അപ്പുറത്ത് കാണുന്നതാണ് മറ്റൊരു ഫെറി. സോ ഇത് പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫെറി പോകും. അത് പോകുമ്പോഴേക്ക് വേറൊരു ഫെറി അവിടെ റെഡി ആയിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് ഇത്. 24 hours നിങ്ങൾക്ക് ടൈമിങ്സ് ഒന്നുമില്ല. പക്ഷേ ഡേ ടൈമിൽ വീക്ക് ഡേയ്സിൽ 15 മിനിറ്റ്സാണ്. വീക്കെൻഡ്സിൽ എനിക്ക് തോന്നുന്നു 20 മിനിറ്റ്സിനോ 30 മിനിറ്റ്സോ ഒരു ഫെറി ഉള്ളൂ. പിന്നെ രാത്രി ഒരു 8-10 മണി കഴിഞ്ഞ് 10-12 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരമണിക്കൂർ വിട്ടാണ് ഓരോരോ ഫെറി. സോ അങ്ങനെ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എല്ലാ 24 hours ഈ ഫെറി ഉണ്ടാവും. എപ്പോൾ നോക്കിയാൽ ആൾക്കാരുണ്ടാവും ഇതിൽ. സോ അതൊന്നും പേടിക്കുകയേ വേണ്ട. രാത്രി വരുമ്പോൾ നിങ്ങൾക്ക് സേഫാണ്, ഭയങ്കര സെക്യൂർഡാണ്. സെക്യൂരിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ സ്റ്റേറ്റ് ഐലാൻഡിൽ നിന്ന് വിട്ടും ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നമ്മളെ മന്നാട്ടൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ. ഇതാണ് ഉള്ളിൽ. താഴത്തു നിന്നുള്ള അധികം ആൾക്കാരുണ്ടാവില്ല, എപ്പോഴും കാലിലിരിക്കും. സൈക്കിളിൽ വരുന്ന ആൾക്കാർ, അങ്ങനത്തെ സൈക്കിളിൽ വരുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. മിഡിൽ ബർത്ത് പിന്നെ മുകളിലത്തെ ബർത്തിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മന്നാട്ടൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് മിഡിൽ ബർത്തിൽ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ കഴിക്കാം, ഡ്രിങ്ക്സൊക്കെ മേടിച്ച് ഇത് കഴിക്കാം. പിന്നെ അതല്ലാതെ കുറച്ച് ആൾക്കാർ അതും ഇതും വിറ്റുകൊണ്ടൊക്കെ വരും അതിൽ. സോ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. കുറച്ചും ലൈറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് മന്നാട്ടൻ്റെ സ്കൈ ലാൻഡിങ് ഒക്കെ ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നല്ല മനോഹരമുണ്ടല്ലേ. സോ ഭയങ്കരമാണ്. രാത്രി കാണണം സുഹൃത്തുക്കളെ നിങ്ങൾ, ഭയങ്കരമായിട്ട് അടിപൊളി കാഴ്ചയാണ്. കൗസഫിംഗ് ഹോസ്റ്റിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ മന്നാട്ടനിലേക്ക് പോകുന്നത്. പുള്ളി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അത് ഇത് മന്നാട്ടൻ, അത് ബ്രൂക്ലിൻ, അപ്പുറത്ത് ബ്രൂക്ലിൻ ഉണ്ട് പറഞ്ഞിട്ട്. സോ ബ്രൂക്ലിൻ ബ്രിഡ്ജ് അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നേറാണ്. തികച്ചും ഫെറി. ആർക്കും തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇത് ഒരു വലിയൊരു എന്താണ് ഒരു ക്ലിക്ക് ബൈറ്റാണ് പറഞ്ഞിട്ട്. ക്ലിക്ക് ബൈറ്റ് എന്നല്ല, ഇത് ഉള്ളതാണ്. ന്യൂയോർക്കിൽ ഫ്രീ ഫെറി ഉണ്ട്. നിങ്ങൾക്ക് പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ നിങ്ങൾക്ക് അത് വലതുവശത്ത് കാണാം. പക്ഷെ കുറച്ച് ദൂരെ നിന്ന് കാണണം. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റും. അടിപൊളി ഫോട്ടോ എടുക്കുക. ഇപ്പം നിങ്ങൾ ന്യൂയോർക്കിൻ്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, സ്കൈ ലൈനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്ത് മനോഹരമായിട്ടിരിക്കുകയല്ലോ സ്കൈ ലൈന്. ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് പതിയില്ല.
ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണുകൾ കാണുമ്പോൾ സത്യം പറയല്ലോ നെട്ടിപ്പോവും, അത്രയ്ക്ക് ഭംഗിയാണ് കാഴ്ചകൾ കാണാൻ, സ്കൈ ലൈൻ കാണാൻ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മൊത്തം കണ്ടു. എന്നിട്ട് ഞാൻ കുറേ വീഡിയോകൾ ഷെയർ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് പോകുന്നത് എൻ്റെ 81 കൺട്രീസ് കഴിഞ്ഞ സുഹൃത്തുക്കളെ. 81 കൺട്രീസ് എൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ 100-ലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് ഉടനുണ്ടാവും. സോ ഈ ന്യൂയോർക്കിൻ്റെ വീഡിയോകൾ കുറേ വീഡിയോ ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ പൈസ ലാഭിക്കാനുള്ള കുറേ ടിപ്സുകളായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ന്യൂയോർക്ക് കുറേ പൈസ പോയിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. ഇപ്പോൾ അവിടെ ഡെക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെക്കിലേക്ക് നമ്മളിപ്പോൾ മന്നാട്ടനിലേക്ക് പോവാണ്. ഇതിങ്ങനെ സൗത്ത് ഫെറി പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ സബ്വേ എടുത്തിട്ട് വരേണ്ടത്. അവിടുന്ന് കയറുക. അപ്പോൾ എൻജോയ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.